ഗൈസ്, ഞങ്ങൾ ഇന്നലെ ശംഖുമുഖത്ത് പോയ ഒരു കരോൾ ടീമിൻ്റെ കൂടെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അത് നല്ല കൊച്ചു പിള്ളേരാണ്. ഒരു ശംഖുമുഖത്ത് ഇങ്ങനെ ക്രിസ്മസ് പാപ്പയുടെ ഡ്രസ്സൊക്കെ ഇട്ട് കരോൾ ചെയ്ത് നടക്കുകയാണ്. അപ്പോൾ ദിയെ കണ്ടപ്പോൾ ആ പിള്ളേരുമായിട്ട് ഒരു വീഡിയോ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് ശംഖുമുഖത്തിന് ഇവിടെ കയറിയല്ലേ. ഇവിടെ കയറിയപ്പോഴത്തേക്കും ദിയ ഒരു സാന്റാക്ലോസ് ടീമിനെ കണ്ടേട്ടാ. ഇനി ഇവരെ കൊണ്ട് ദിയക്ക് ചാക്കൻ്റെ കൊടുപ്പിക്കാനാണ് പ്ലാന്. കഴിയുണ്ടോ ദിയ? അത് പൊട്ടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പൊട്ടാസ് എറിയുമ്പോൾ ടോ ടോ സൗണ്ട് കേൾക്കല്ലേ. ഗായ്സ്, അങ്ങനെ നമ്മൾ ശംഖുമുഖത്ത് വന്നിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു സൈഡിൽ കൊണ്ട് നടക്കണം. ദിയക്കാണെങ്കിൽ കളിപ്പാട്ടം കളിക്കണോ? ദിയക്ക് എന്ത് കളിക്കണോ? ഞാൻ എല്ലാം അയച്ചു തരാം. അപ്പം നിങ്ങളൊരു കരോള് പരിപാടി അടിപൊളിയായിട്ട് നമുക്ക് എടുത്തല്ല. ഒരു അടിപൊളി ഡാൻസും അവിടെ അടിയും മനസ്സിലായില്ലേ. പച്ച രീതിയിൽ ഒരു എല്ലാവരെയും നമ്മൾ സന്തോഷിപ്പിക്കാം. വാ, വെട്ടോ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ കൊള്ളാമല്ല. ഇവിടുത്തെ എന്താ തുടങ്ങിക്കളെ തുടങ്ങട്ടായി. എന്തൊക്കെയാ റെഡി ആയില്ല. ആടി എടാ, നീ അടിക്കുന്ന കാര്യം കുറെ നേരം. അല്ല അപ്പം കൊള്ളാം. നീ എന്തിനാണ് ചക്കരിങ്ങനെ കണ്ടിട്ടുണ്ടാ? അടിപൊളി അടിപൊളി അടിപൊളിയാടാ. സൂപ്പർ പരിപാടി കേട്ടാ. സെക്കൻഡ് മേരി ക്രിസ്മസ് പറ. നല്ല ഉഗ്രം വാൾപ്പയച്ച കാര്യങ്ങളായിരുന്നു. ഓരോരുത്തന്നെ കുത്തി കിട്ടാവേ അല്ലേ. ആണ്ട് ഉഗ്രം അടിയായിരുന്നു കേട്ടോ. സിനിമ കാണുമ്പോൾ വാൾപ്പയച്ചായിരുന്നു. എയർപോർട്ടിൽ നിന്ന് ശംഖുമുഖത്ത് എയർപോർട്ടിൽ വരുമ്പോൾ മുട്ടത്തുള്ള പൈസ ഹോട്ടൽ അല്ലേ ഗ്രീഷ്മ? ഇവിടുത്തെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കിക്കളയാൻ ഭയങ്കര റിവ്യൂ ആണ് കേട്ടത്. ഒന്ന് ചെക്ക് ചെയ്ത് കളയാൻ വെച്ചു. എൻ്റെ ഉരട്ടി വന്ന് ക്യാപ്സിക്കം വന്ന് ചിക്കൻ്റെ ഗ്രേവിയുടെ കൂടെ തന്നെ ഇവർ പീസൊക്കെ തരുന്നു. ബീഫിൻ്റെ പീസൊക്കെ കൊള്ളാം. അത് കൊള്ളാം. പൊടി ഉള്ളിയൊക്കെ എടുത്തിട്ട് ഉള്ള കാര്യം പറയാം. എങ്ങനെയുണ്ട്? കൊള്ളാൻ പോകില്ലേ? പോലെ തിന്ന് അപ്പോൾ കടയിൽ ഫുള്ളാവും. വലിയ പറയുന്ന നമ്മളെ പൊന്നാറ പാലം പ്ലെയിന് പോകണം. അവിടെ പോകണ രീതി ഐസ് സൈഡാണ്. 5 സ്റ്റാർ ഹോട്ടൽ. നല്ല ഫുഡായിരുന്നു. വിലയും കുറവായിരുന്നു കേട്ടോ. 230 നമ്മൾ ഹാഫ് ചിക്കൻ 3 പീസ് ഉണ്ടായിരുന്നു. ഞാൻ ചപ്പാത്തി കൊച്ചിന്, എനിക്കൊരട്ടി, ഗ്രീഷ്മയ്ക്ക് പാലട, 2 ലൈമ്, ലോലിപ്പോപ്പ് 5 2 ലൈമ് എല്ലാം കൂടെ തിന്നിട്ട് 230 ലോലിപ്പോപ്സാ. പിന്നെ ഗൈസ്, ഇന്ന് ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട്. ഇനി അത് അറേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ഒരു പെട്ടിയിൽ നിന്നും താഴെ എടുത്ത് വെച്ചിട്ടാണ് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ. വീഡിയോയിലേക്ക് പോകാം. ക്രിസ്മസ് ട്രീ ഉണ്ട്. കഴിഞ്ഞ വർഷം വാങ്ങി ഇപ്പോൾ യൂസ് ചെയ്യും. ഈ ഡെക്കറേറ്റ് ചെയ്ത് കാണിക്കാം. കൊണ്ടിട്. ഇതാ ഒരു ബേസ് ബോർഡിനകത്ത് എല്ലാ സാധനവും ഉണ്ട്. ഇത് ഡെക്കറേറ്റ് ചെയ്തു. ഇതാ നീ ഏതാ ഡെക്കറേറ്റ് ചെയ്തു? ഡെക്കറേറ്റ് ചെയ്തു. ഇത് മൂത്ത് കുത്ത് വെക്കട്ടെ. ചെടി ഇങ്ങനെ ആദ്യം നമ്മൾ എടുത്ത് നോക്കണം അല്ലേ. അതിൽ ഏകദേശം സ്ട്രൈറ്റ് ആക്കണം.
അത് കുഴപ്പമില്ല മക്കളെ, നമുക്ക് തിരിച്ച് വയ്ക്കാം. എല്ലാം ഞാൻ വെച്ചത്. ഓക്കെ, ഇങ്ങോട്ട് വന്നത്, ഇങ്ങോട്ട് വന്നത്. ഇതാണ് സാന്റാക്ലോസ്. എന്റെ മോളുണ്ട് ഇത്. ഒരു ഡപ്പാക്കുത്ത കടി 2 സ്റ്റെപ്പൊക്കെ അടിച്ചിട്ട് പോവാം നമുക്ക്. വാ, ഒരു വൈബല്ലേ ഇതെല്ലാം. Merry Christmas, we wish you a Merry Christmas, we wish you a Merry Christmas and Happy New Year. അപ്പൊ എല്ലാവർക്കും മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് സന്തോഷം ഉണ്ട് കേട്ടാ. സ്റ്റാൻഡേർഡ് പരിപാടി. അങ്ങനെ നമ്മളെ പുൽക്കൂട് ഒഴിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മളെ വീട്ടിൽ സാന്റാക്ലോസ് വന്നു. നിങ്ങൾ കണ്ടില്ലേ, സർപ്രൈസ് ആയിരുന്നു. ദിയക്ക് ഗിഫ്റ്റ് കൊടുത്തു. എന്തിനാണ് ദിയ സാന്റാക്ലോസ്? മുട്ടായി കാണിച്ചോട്. കണ്ട ദിയക്ക് ഈ ക്രിസ്മസിന് ഇഷ്ടം പോലെ സാന്റാക്ലോസ് ഗിഫ്റ്റ് കൊടുത്തു അല്ലേ. ഒരു ഭാഗ്യം മതിയായിരുന്നു. അത് എനിക്കൊന്ന് ആർക്കും ഈ ഒരു അവസാനം ഇത് കിട്ടിയിട്ടെന്ന് തോന്നുന്നു. കാരണം ഓണ വരി എല്ലാവരും ക്രിസ്മസ് അപ്പിനെ കൂടെ പരിചയപ്പെട്ട് കൊടുത്ത് അവളെ പേടി മാറി അല്ലേ. ഇനി സാന്റാക്ലോസിന് പേടി മാറിയില്ല മക്കളെ, ഇനി പേടിയില്ലല്ല. ഇഷ്ടമായ സാന്റാക്ലോസിനെ? ശരി, ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അത് പുൽക്കൂട് അരിങ്കിലിരിക്കാം. ഗ്രീഷ്മ ഒന്നും ഇല്ല, സെറ്റ് ചെയ്ത് ഞാൻ നൂത്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് നൂത്ത് വെച്ചാൽ മതി. അതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യണം. ഞാൻ നൂത്ത് തരാം. ഓക്കെ, അപ്പൊ ഇനി ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഇതില് ഈ സാധനങ്ങൾ തൂക്കിയ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് ഗ്രീഷ്മ? ഇത് LED ലൈറ്റ് അല്ലേ, LED ലൈറ്റ് സെറ്റ് ചെയ്ത് തൽക്കാലം നമ്മൾ ക്രിസ്മസ് ട്രീ മാത്രം സെറ്റ് ചെയ്യണം അല്ലേ. പുൽക്കൂട് ഇനി ദിവസമാണ് ചെയ്യണത്. അതിന്റെ അപ്കമിങ് വീഡിയോസ് പറഞ്ഞായിരിക്കും. അയ്യോ തള്ളിയിടല്ലേ. ഇതെന്തിനു മോളെ? ഇതെന്ത് കയ്യിരിക്കുന്നത്? സ്റ്റാർ. ഏത് കളർ സ്റ്റാർ? കളറാണ് കേട്ട ഗൈസ്. അത് തൂക്ക് അത് ഞാൻ ശരിയാക്കി, അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചില്ല. ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് ട്രീ നോക്കൂ. ക്രിസ്മസ് പാപ്പ. നോക്കുക, സ്റ്റാർ. നോക്ക്, പിന്നെ വരുന്നു. ഗിഫ്റ്റ് ഉണ്ട്, ബെല്ലുണ്ട്, സ്റ്റാർ ഉണ്ട്, വലിയ സ്റ്റാർ ഉണ്ട്. ആയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വാങ്ങിയാണ്. ഞങ്ങൾക്ക് അധികമൊന്നുമില്ല, കുറച്ചൊക്കെ ഡെക്കറേഷൻ പരിപാടികൾ ചെയ്യണമെന്നുണ്ട്. നോക്ക് ഗൈസ്, ഇതാണ് ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ലുക്ക്. ഗിഫ്റ്റ്സ് ഉണ്ട്, ബെല്ലുണ്ട്, കുഞ്ഞ് സ്റ്റാർ ഉണ്ട്, ക്രിസ്മസ് പാപ്പയുണ്ട്. ക്രിസ്മസ് പറയുമ്പോഴും സ്റ്റാറും ക്രിസ്മസ് ട്രീയും പുൽക്കൂടൊക്കെയാണ് സ്പെഷ്യലി. ഇത് കഴിഞ്ഞ വർഷമുണ്ട്. ഇത് പണ്ടേ വാങ്ങിച്ചതാണ്. ഇത് വലുത് കഴിഞ്ഞ വർഷം വാങ്ങിച്ച എല്ലാം ഉണ്ട്. ഇനി കുറച്ചുകൂടെയൊക്കെ മിനുക്ക് പരിപാടികളൊക്കെ ഉണ്ട് ഗായ്സ്. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? നമുക്ക് ഗായ്സ് കണ്ടോ? ഓക്കെ,
ഇത് ചെറിയ ക്രിസ്മസ് ട്രീ. ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ ബ്ലോഗ് അവസാനിക്കുകയാണ്. ഇനി അടുത്ത് തന്നെ ഇതിൻ്റെ കുറച്ച് മിനുക്ക് പരിപാടികളൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി കുറച്ച് ലൈറ്റ് ഇടണം, കുറച്ചുകൂടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. എന്താണ് ചെയ്യുന്നത്? ക്രിസ്മസ് ട്രീ ഗൈസ്, ഇതിൻ്റെ ബാക്കി വീഡിയോ വന്നുണ്ട്. ഇത് ഒരു സ്റ്റാർട്ടിങ് വന്നോണ്ട് ഇതിന് അടുത്ത് ലൈറ്റ് ഇടണം, കുറച്ചുകൂടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഉള്ളത് വെച്ച് മാത്രമാണ് ചെയ്തത്. ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസ് കാണുന്നവർ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Hope you guys enjoy.